ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ടതും അധർമ്മം നിറഞ്ഞതുമായൊരു കാലഘട്ടത്തിലേക്കാണ് നാം ഇന്ന് നോക്കുന്നത്. വിഗ്രഹാരാധനയും ക്രൂരതയും നിറഞ്ഞ ആഹാബ് രാജാവിന്റെ ഭരണകാലത്ത് ദൈവത്തിന്റെ അഗ്നിതുല്യമായ ശബ്ദമായി കടന്നുവന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു, തിസ്ബീയനായ ഏലിയാവ്. ബൈബിളിലെ ഏറ്റവും അത്ഭുതകരമായ ജീവിതം നയിച്ച ഇദ്ദേഹം മരണത്തെ കാണാതെ സ്വർഗ്ഗത്തിലേക്ക് അഗ്നിരഥത്തിലെടുക്കപ്പെട്ട രണ്ടുപേരിൽ ഒരാളാണ്. തന്റെ പ്രാർത്ഥനയിലൂടെ ആകാശത്തെ അടയ്ക്കാനും തുറക്കാനും കഴിവുള്ളവനും ആകാശത്തുനിന്ന് അഗ്നി ഇറക്കിയവനുമായ ഏലിയാവിന്റെ ജീവിതം വെറുമൊരു കഥയല്ല, മറിച്ച് വിശ്വാസത്തിന്റെ തീക്ഷ്ണമായ പോരാട്ടമാണ്. ആഹാബ് രാജാവിന്റെ കൊട്ടാരം മുതൽ സ്വർഗ്ഗത്തിലേക്കുള്ള ആ ചടുലമായ യാത്ര വരെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇസ്രായേൽ രാജാവായ ആഹാബ് തന്റെ ഭാര്യ ഈസബേലിന്റെ സ്വാധീനത്താൽ സത്യദൈവത്തെ ഉപേക്ഷിക്കുകയും ബാൽ എന്ന വിഗ്രഹത്തെ ആരാധിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾ വഴിതെറ്റിപ്പോയി. ഈ സമയത്താണ് ഏലിയാവ് പ്രവേശിക്കുന്നത്. ഭയമില്ലാതെ ആഹാബ് രാജാവിന്റെ മുന്നിലെത്തി ഏലിയാവ് പ്രഖ്യാപിച്ചു, "എന്റെ വാക്കല്ലാതെ വരും വർഷങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യുകയില്ല." ഈ പ്രഖ്യാപനത്തിനു പിന്നാലെ ഇസ്രയേൽ മണ്ണിൽ വരുതി പടർന്നു. പുഴകൾ വറ്റിത്തുടങ്ങി, മണ്ണ് വിണ്ടുകീറി, കന്നുകാലികൾ ചത്തൊടുങ്ങി. എന്നാൽ ദൈവം തന്റെ പ്രവാചകനെ സംരക്ഷിക്കാൻ ഒരു വഴിയൊരുക്കി. യോർദാന്റെ കിഴക്കുള്ള കരീത്ത് തോട്ടിനരികിൽ ഒളിച്ചിരിക്കാൻ ദൈവം കൽപ്പിച്ചു. മനുഷ്യർക്ക് ഭക്ഷണമില്ലാതിരുന്ന ആ കാലത്ത് അത്ഭുതകരമായി കാക്കകൾ പ്രഭാതത്തിലും വൈകുന്നേരവും ഏലിയാവിന് അപ്പവും മാംസവും എത്തിച്ചുകൊടുത്തു. ക്രമേണ മഴയില്ലാത്തതുകൊണ്ട് കരീത്ത് തോടും വറ്റിപ്പോയി. ഓരോ ദിവസവും വെള്ളം കുറഞ്ഞുവരുന്നത് ഏലിയാവ് നോക്കി നിന്നു. ഒടുവിൽ ഒരിറ്റ് വെള്ളമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ദൈവം അവനോട് സാരേഭാത്തിലേക്ക് പോകാൻ കൽപ്പിച്ചു. സാരേഭാത്തിലെത്തിയ ഏലിയാവ് കണ്ടത് മരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു വിധവയെയാണ്. തന്റെ കൈവശമുള്ള അവസാനത്തെ ഒരിത്തിരി മാവും എണ്ണയും കൊണ്ട് ഒരപ്പമുണ്ടാക്കി മകനോടൊപ്പം കഴിച്ചു മരിക്കാനായിരുന്നു അവളുടെ പദ്ധതി. എന്നാൽ ഏലിയാവ് അവളോട് പറഞ്ഞു, "ഭയപ്പെടേണ്ട, നിന്റെ പാത്രത്തിലെ മാവ് തീരുകയില്ല, കുപ്പിയിലെ എണ്ണ വറ്റുകയുമില്ല." അവളുടെ വലിയ വിശ്വാസം ഒരത്ഭുതത്തിന് വഴിയൊരുക്കി. ഇസ്രയേലിലെ കൊടും വരുതി തീരുന്നതുവരെ ആ ചെറിയ പാത്രത്തിലെ മാവും എണ്ണയും തീർന്നുപോയില്ല. ഈ താമസത്തിനിടയിലാണ് വിധവയുടെ ഏക മകൻ മരിക്കുന്നത്. വേദനയോടെ ആ തായി തന്റെ മകന്റെ ശരീരം പ്രവാചകന്റെ കയ്യിലേൽപ്പിച്ചു. ഏലിയാവ് ആ മൃതദേഹത്തിന്മേൽ 3 പ്രാവശ്യം കമിഴ്ന്നുകിടന്ന് ദൈവത്തോട് നിലവിളിച്ചു. മരിച്ചുപോയ ആ കുട്ടിക്ക് ജീവൻ തിരിച്ചുകിട്ടിയപ്പോൾ അത് ചരിത്രത്തിലെ തന്നെ അത്ഭുതകരമായ ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കലുകളിൽ ഒന്നായി മാറി. 3.5 വർഷത്തെ വരുതിക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം സംഭവിക്കുകയാണ്, കർമ്മേൽ മലയിലെ അഗ്നിപരീക്ഷ. സത്യദൈവം ആരെന്ന് തെളിയിക്കാനായി ഏലിയാവ് ബാലിന്റെ 450 പ്രവാചകന്മാരെ വെല്ലുവിളിച്ചു. അവർ 2 ബലിപീഠങ്ങൾ ഒരുക്കി. സ്വർഗ്ഗത്തിൽ നിന്ന് തീയിറക്കി ബലി ദഹിപ്പിക്കുന്നവനാണ് സത്യദൈവം എന്നതായിരുന്നു നിബന്ധന. പ്രഭാതം മുതൽ ഉച്ചവരെ ബാലിന്റെ പ്രവാചകന്മാർ ആക്രോശിച്ചു, സ്വന്തം ശരീരം കീറിമുറിച്ചു. എന്നാൽ അവരുടെ ദൈവത്തിൽ നിന്ന് മറുപടി ഒന്നും വന്നില്ല. ഏലിയാവ് അവരെ പരിഹസിച്ചു പറഞ്ഞു, "നിങ്ങളുടെ ദൈവം ഉറക്കമായിരിക്കും, ഉറക്കെ വിളിക്കുവിൻ." ഒടുവിൽ സന്ധ്യാസമയത്ത് ഏലിയാവ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് 12 കല്ലുകൾ കൊണ്ട് ഉടഞ്ഞുപോയ ബലിപീഠം പണിതു. ബലിമൃഗത്തിനു ചുറ്റും വലിയൊരു കുഴി വെട്ടി അതിൽ ധാരാളം വെള്ളമൊഴിച്ചു. ബലിപീഠവും വിറകും വെള്ളത്തിൽ കുതിർന്നു നിന്നു. ഏലിയാവ് ശാന്തനായി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആകാശത്തുനിന്ന് വലിയൊരു അഗ്നിജ്വാല താഴേക്ക് പതിച്ചു. അത് ബലിമൃഗത്തെയും വിറകിനെയും ചുറ്റുമുണ്ടായിരുന്ന കല്ലുകളെയും ചാരമാക്കി മാറ്റി. ജനങ്ങളെല്ലാം ഭയഭക്തിയോടെ നിരത്തുവീണ് യഹോവ തന്നെ ദൈവം എന്ന് ആർത്തുവിളിച്ചു. തൊട്ടുപിന്നാലെ ഏലിയാവ് മലമുകളിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് ഒരു മനുഷ്യന്റെ കൈപ്പത്തിയോളം വലിപ്പമുള്ള മേഘം കണ്ടു. വർഷങ്ങൾക്ക് ശേഷം ഇസ്രയേൽ മണ്ണിലേക്ക് മഹാമാരി പെയ്തിറങ്ങി. വിജയത്തിനു ശേഷം ഏലിയാവിന് നേരിടേണ്ടി വന്നത് വലിയൊരു തളർച്ചയായിരുന്നു. ഈസബേൽ രാജ്ഞി അവനെ കൊല്ലുമെന്ന് ശപഥം ചെയ്തപ്പോൾ ഏലിയാവ് ഭയന്ന് മരുഭൂമിയിലേക്ക് ഓടി. ഒരു ചൂരച്ചെടിയുടെ തണലിൽ വീണ് അവൻ മരിക്കാൻ ആഗ്രഹിച്ചു. "ദൈവമേ, മതി, എന്റെ ജീവനെ എടുത്തുകൊള്ളുക" എന്നവൻ കരഞ്ഞു. എന്നാൽ അവിടെയും ദൈവം അവനെ തഴഞ്ഞില്ല. ഒരു മാലാഖ അവനെ തട്ടിയുണർത്തി ചുട്ട അപ്പവും വെള്ളവും നൽകി. ആ ഭക്ഷണത്തിന്റെ കരുത്തിൽ അവൻ 40 രാവും 40 പകലും സഞ്ചരിച്ച് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തി. അവിടെ ഒരു ഗുഹയിൽ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. ഒരു വലിയ കാറ്റുണ്ടായി, മലകൾ ചിതറിപ്പോയി. ഒടുവിൽ അത്യന്തം സൗമ്യമായൊരു മന്ദമാരുതന്റെ ശബ്ദം ഏലിയാവ് കേട്ടു. ഭയപ്പെടരുതെന്നും നീ തനിച്ചല്ലെന്നും ദൈവം അവനെ ആശ്വസിപ്പിച്ചു. പുതിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനും തന്റെ പിൻഗാമിയായി എലിശായെ തെരഞ്ഞെടുക്കാനും ദൈവം അവന് നിർദ്ദേശം നൽകി. ഏലിയാവിന്റെ അവസാന നാളുകൾ എലിശായോടൊപ്പമായിരുന്നു. ദൈവം അവനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ സമയമായെന്ന് അവർ രണ്ടുപേരും അറിഞ്ഞു. അവർ യോർദാൻ നദീകരയിലെത്തിയപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് വെള്ളത്തെ അടിച്ചു. അത്ഭുതകരമായി നദി
പ്രകൃതി രണ്ടായി പിരിഞ്ഞു. അവർ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടന്നു. നിന്നെ വിട്ടുപോകുന്നതിനു മുൻപ് നിനക്കുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന് ഏലിയാവ് ചോദിച്ചപ്പോൾ എലിശ ആവശ്യപ്പെട്ടത് ഏലിയാവിന്റെ മേലുള്ള ദൈവീക ആത്മശക്തിയുടെ ഇരട്ടി പങ്കാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇതാ ആകാശം പിളർന്നു. അഗ്നിതുല്യമായ കുതിരകളും അഗ്നിപ്രഭയുള്ള രഥവും അവർക്കിടയിൽ മിന്നിമറഞ്ഞു. ഒരു വലിയ ചുഴലിക്കാറ്റിൽ ഏലിയാവ് ആ രഥത്തിൽ കയറി സ്വർഗ്ഗത്തിലേക്ക് യാത്രയായി. അവന്റെ പുതപ്പ് താഴെ വീണു. അത് എലിശ കൈക്കലാക്കി. ശാരീരികമായ മരണം രുചിക്കാതെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ഏലിയാവ് ഇന്നും ദൈവത്തിന്റെ അധികാരത്തിന്റെയും ശക്തിയുടെയും അടയാളമായി നിലകൊള്ളുന്നു. ഇസ്രയേലിന്റെ തേരും കുതിരപ്പടയുമായിരുന്ന ആ മഹാപ്രവാചകൻ വിശ്വാസികൾക്ക് ഇന്നും ഒരു വലിയ ആവേശമാണ്.